മാർ തട്ടിലിനോടും മാർ പാമ്പ്ലാനിയോടും വിശ്വാസികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് കഴിയുകയുള്ളൂ. ആ ചോദ്യങ്ങൾ ഇതാണ്: സഭാ തലവനെ അവഹേളിക്കാനായി വ്യാജരേഖ ഉണ്ടാക്കിയവർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇന്നും കർദിനാളിനെ നിരന്തരം അവഹേളിക്കുകയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യാജരേഖ ഉണ്ടാക്കി കേസിൽ വിചാരണ നേരിടുന്നവർ ഇപ്പോഴും വൈദികരായി തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഇവർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു? വന്ധ്യവയോധികനായ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്രമിക്കുന്നതും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അനുവദിക്കാത്തതും ക്രിസ്തീയതയാണോ? വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികൻ ആക്രമിച്ച വൈദികൻ ഇപ്പോഴും വൈദികനായി തുടർന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? ആ വൈദികനെതിരെ നടപടി ഒന്നും തന്നെ ഇല്ലേ? അരമനയിൽ പൂമാലയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കട്ടിലിട്ട് സമരം നടത്തിയവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ചാർജ് എടുക്കാൻ വന്ന തിരുസഭയെ അനുസരിക്കുന്ന വൈദികനെ തെറി വിളിച്ച് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ നടപടി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അപ്പോസ്തോലിക അഡ്മിനിസ്ട്രേറ്ററുടെ കാല് തല്ലി ഒടിക്കും, ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കിയിട്ടുണ്ടോ? ഒരു ഓസ്തി കൊണ്ട് 16 മണിക്കൂർ നിരവധി കുർബാന വായിൽ തോന്നിയത് ചൊല്ലി തെറിയഭിഷേകത്തിന് നടുവിൽ നിന്ന് കുർബാന അർപ്പിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ ഇതുവരെ സ്വീകരിച്ചു വന്നത്? വൈദികർ ജാഥയായി പോലീസ് സ്റ്റേഷനിലേക്ക് ജയ് വിളിച്ചു പോയത് ഇതുവരെ ആരും അറിഞ്ഞില്ലേ? അവർക്കെതിരെ എന്തെങ്കിലും ശിക്ഷണ നടപടിയെടുത്തോ? വിശുദ്ധ കുർബാനയെ അവഹേളിച്ച വൈദികർ ഇപ്പോഴും വൈദികരായി ഇരുന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്നത് ശരിയാണോ? ദേവാലയാങ്കണത്തിൽ സമരപ്പന്തൽ കിട്ടി വിദ്വേഷ പ്രസംഗം നടത്തിയവർ ഇപ്പോഴും വിശ്വാസികളെ കൊന്നനം കുത്തി കാണിക്കുന്നു. അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ദിവ്യകാരുണ്യവുമായി നടന്ന പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെ കുപ്പിയെറിഞ്ഞതും ദേവാലയത്തിൽ കയറാൻ അനുവദിക്കാതെ മൈക്കിൽ തെറി വിളിച്ച് അധിക്ഷേപിച്ചതും നിങ്ങൾ ആരും കേട്ടില്ലേ? അങ്ങനെ നടത്തിയവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചു? സ്ഥലം മാറ്റിയിട്ടും പോകാതെ കൂദാശ വിലക്ക് ലംഘിച്ച് കൂദാശകൾ അർപ്പിച്ച് കർത്താവിനെ അധിക്ഷേപിക്കുന്നത് നിങ്ങളെ പേടിയില്ലാഞ്ഞിട്ടല്ലേ? അവർക്കെതിരെ ഒരു വെള്ളക്കടലാസിൽ ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും സാധിച്ചു. അരമന അതിക്രമിച്ചു കയറി അവിടെയുള്ളവരെ ഭീഷണിപ്പെടുത്തി വനിതാ പോലീസ് അടക്കമുള്ളവരെ തുണിപൊക്കി കാണിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിലിരിക്കുന്നത് അവരെ സഹായിക്കാനല്ലേ? കക്കൂസിന്റെ മുന്നിൽ കാക്കതൂറിയ ഒരു മേശയിൽ വിശുദ്ധ വസ്ത്രങ്ങൾ ഒന്നുമില്ലാതെ കുർബാന അർപ്പിക്കുകയും അതിനിടയിൽ മൂത്രപ്പുരയിൽ പോയി പാൻസിന്റെ സിബ് ഇടാതെ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതൊക്കെ ഇടുന്നത് ലൈവായി നിങ്ങളും കണ്ട കാര്യമല്ലേ? എന്നിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അരമനയുടെ ഗേറ്റ് കട്ട ഉപയോഗിച്ച് വെച്ച് മുറിച്ച് തകർക്കുന്നത് കണ്ടിട്ടും അവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ്? വൈദികർ വിളിക്കുന്നിടത്തൊക്കെ ജാഥയായി കന്യാസ്ത്രീകൾ പോകുന്നത് ശരിയാണോ? അങ്ങനെ പോകുന്നവരെ മാറ്റി നിർത്താത്തത് എന്തുകൊണ്ടാണ്? മെത്രാനെ കാണാൻ വന്നവരെ കണ്ണൂർക്കാരനാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആട്ടി ഓടിച്ച് അവർക്കെതിരെ നടപടി എടുക്കുന്നത് ഇവിടത്തെ ക്രിസ്തീയതയാണ് മെത്രാന്മാരെ. അപ്പോൾ നിങ്ങൾക്കും വിരട്ടലും ഗുണ്ടാപ്പണിയും ഒക്കെ നന്നായി അറിയാം അല്ലെ? സഭയെ അനുസരിക്കാതെ അരമന തകർത്ത് അകത്ത് കയറി തോന്നിയാസത്തിൽ ജീവിക്കുന്ന വൈദികർ പറയുന്നത് അനുസരിച്ച് മാത്രം മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാനും പ്രവർത്തിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾ ഓരോ വിശ്വാസികളും ചോദിക്കുന്നതാണ്. ഇതിന് മറുപടി കൊടുത്താൽ തീരും എറണാകുളത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. വിശ്വാസികൾ ഇതെല്ലാം വത്തിക്കാനിലേക്ക് എഴുതിയിട്ടുണ്ട്. വിശ്വാസികളോട് മാപ്പ് പറയാൻ വത്തിക്കാൻ ആവശ്യപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.